എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ജ്യോതിഷ പ്രവചനങ്ങളിലേക്കും പഞ്ചാംഗ വിശകലനങ്ങളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് നയിക്കുന്നതിൽ ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾക്ക് പങ്കുണ്ട്. അതേപോലെ തന്നെ നക്ഷത്രങ്ങൾക്കും വലിയ പങ്ക് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതി, അതായത് നാളെ ചൊവ്വാഴ്ച ദിവസം ആകാശത്ത് സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാ ദിവസവും ഓരോ വിധേനയുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ മനുഷ്യർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം ഉണ്ടാകുന്ന മാറ്റം ജ്യോതിഷപ്രകാരം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായി മാറുന്നത്, എന്തൊക്കെ ഗുണങ്ങളാണ് വരുന്നത്, ആ ഗുണത്തെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നത് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായി ഏവരും ശ്രമിക്കുക. ഈ ജ്യോതിഷത്തിൽ സമയഗണനയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ദിവസത്തെ നക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സൂര്യോദയം മുതൽ തുടങ്ങി സൂര്യാസ്തമയം വരെ പൂർണ്ണമായിട്ടൊരു നക്ഷത്രം ആയിരിക്കും എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല. കലണ്ടറിൽ കാണുന്ന നക്ഷത്ര ആ ദിവസം മുഴുവൻ ഉണ്ടെന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം തന്നെ നമുക്ക് നോക്കിയാൽ നാളെ ഓഗസ്റ്റ് മാസം 18 ചൊവ്വാഴ്ചയാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ പുലർച്ചെ ഒരു 4:58 വരെ ആയിരിക്കും ചിത്തിര നക്ഷത്രം ഉള്ളത്. അപ്പോൾ നമ്മൾ ഉണരുന്നതിന് മുൻപ് തന്നെ ചിത്തിര നക്ഷത്രം അവിടെ കഴിയുന്നുണ്ട്. അതിനുശേഷം പുലർച്ചെ ഒരു 4:58 മുതൽ പിറ്റേ ദിവസമായ ബുധനാഴ്ച 6:46 വരെ ആകാശത്ത് ചോതി നക്ഷത്രത്തിൻ്റെ പ്രഭാവമായിരിക്കും. അതിനാൽ തന്നെ നാളത്തെ ദിവസം പൂർണ്ണമായും നമ്മൾ ചോതി നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രഭാവലയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്വാധീനത്തിൻ്റെ കീഴിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി രാഹു അധിപനായിട്ട് വരുന്ന നക്ഷത്രമാണ് ചോതി. വായുതത്വമുള്ള നക്ഷത്രമാണ്. ഒരു പ്രഭ ചലനാത്മകമായിട്ടുള്ള നക്ഷത്രം കൂടിയാണ്. അതായത് മന്ദഗതിയിലുള്ള കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം വേഗത കൂട്ടാനുള്ള സാധ്യത ചോതി നക്ഷത്രം ഉള്ളതിനാൽ തന്നെ എല്ലാ ആളുകളുടെ ജീവിതത്തിലും വന്നു ചേരും. പുതിയ ചിന്തകളൊക്കെ തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ ഒരു വജ്രം തിളങ്ങുന്നത് പോലെ ഒരു മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടാകുന്നതായ അല്ലെങ്കിൽ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന, ബുദ്ധി കൗശലത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം. അതായത് ചോതി നക്ഷത്രത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ 27 നക്ഷത്രക്കാർക്കും ചെയ്യുന്ന കാര്യങ്ങൾ, ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ വളരെയധികം കൃത്യത ഉണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളെ കൃത്യമായി തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ദിവസ ഗ്രഹങ്ങളുടെ ഒരു ആകാശവിന്യാസം അല്ലെങ്കിൽ ഗോചരസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കിയാൽ, പ്രപഞ്ചത്തിലെ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നമ്മൾ മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും നിർണ്ണയിക്കുന്നത്. അപ്പോൾ നാളെ നമ്മുടെ ഏവരുടെയും മനം കുളിർപ്പിക്കുന്ന ചന്ദ്രൻ നിലകൊള്ളുന്നത് തുലാം രാശിയിലാണ്. അപ്പോൾ തുലാം രാശിയിൽ ചോതി നക്ഷത്രത്തിലൂടെ ആയിരിക്കും ചന്ദ്രൻ്റെ സഞ്ചാരം. ഇനി സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, ഭഗവാൻ ആദിത്യൻ. അപ്പോൾ ചിങ്ങം രാശിയിൽ സ്വന്തം ക്ഷേത്രത്തിൽ മകർ നക്ഷത്രത്തിൽ ശക്തനായിട്ട് തന്നെയാണ് ഭഗവാൻ നിൽക്കുന്നത്, സൂര്യഭഗവാൻ. ഇനി ഊർജത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ചൊവ്വ മിഥുനം രാശിയിലും, ഇനി ബുദ്ധിയുടെ കാരകത്വമുള്ള ബുധനും ഗുരുവും അതായത് വ്യാഴവും ഒരുമിച്ച് കർക്കടകം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇനി ശുക്രൻ്റെ കാര്യം പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദേവനാണല്ലോ ശുക്രൻ. ശുക്രൻ കന്യരാശിയിൽ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നൽകുന്ന കർമ്മഫലദാതാവ് ശനി ഭഗവാൻ മീനൻ രാശിയിൽ വക്രഗതിയിലല്ലാതെ സഞ്ചരിക്കുകയും ചെയ്തു. വക്രഗതി സഞ്ചാരം ആണെങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോവുകയും ചെയ്യും ഡിസംബർ വരെ. അപ്പോൾ നിഴൽ ഗ്രഹങ്ങളായ രാഹു കുംഭത്തിൽ, കേതു ചിങ്ങത്തിലായിട്ടായിരിക്കും നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു സവിശേഷ ഗ്രഹവിന്യാസം നമ്മുടെ പ്രപഞ്ചത്തിൽ വലിയ തരത്തിലുള്ള ഊർജ്ജ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ കൈമാറ്റം തന്നെയാണ് എപ്പോഴും നടത്തുന്നത്. നാളെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം 12 രാശികൾ ഉണ്ടെങ്കിൽ പോലും ചില രാശിക്കാർക്ക് വലിയൊരു ഭാഗ്യത്തിൻ്റെ, ഒരു മഹാഭാഗ്യത്തിൻ്റെ ദിവസമായിട്ട് തന്നെയായിരിക്കും വന്നു ചേരുന്നത്. ചില ധനപരമായ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകാനും അപ്രതീക്ഷിത ധനസ്രോതസ്സുകൾ കയ്യിലേക്ക് വന്നു ചേരാനൊക്കെ നാളത്തെ ദിവസഫലമായിട്ട് വരും. ദിവസഫലമാണ് പറയുന്നത്. ഓരോ ആളുകളുടെയും കൃത്യമായ ജനന വിവരങ്ങൾ നോക്കിയല്ല, നമുക്ക് പൊതുവായിട്ടുള്ള ദിവസഫലമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഫലങ്ങൾ വരുന്ന രാശി ഏതാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിയാണ്. നാളെ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗം വരുന്നത് തുലാരാശിക്കാർക്കായിരിക്കും. കാരണം എന്തെന്നാൽ നിങ്ങളുടെ സ്വന്തം രാശിയിലാണല്ലോ നാളെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതുകൂടാതെ എന്താണ് പ്രത്യേകത? നാളെ ചോതി നക്ഷത്രം കൂടിയാണ് വരുന്നത്. അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് പറയാം. നമ്മളെല്ലാവരും ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ മനസ്സിലാഗ്രഹിക്കും. പക്ഷേ
ആഗ്രഹം നടത്തി കിട്ടുക എന്നത് നമ്മുടെ മാത്രം കഴിവിനാൽ നിൽക്കുന്നതല്ല. പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാധീനം വേണം, ഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം വേണം. അപ്പോൾ നാളത്തെ ദിവസം ആ സ്വാധീനം നിങ്ങളുടെ മേൽ വന്നു ചേരുന്നതാണ്. പുതിയ ബിസിനസ് ഓർഡറുകളൊക്കെ ഉണ്ടാകാനും ലാഭം ഉണ്ടാക്കാനൊക്കെ നാളത്തെ ദിവസം സാധിക്കും. സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരാനും പ്രശസ്തികളൊക്കെ തേടി വരാനും സാധ്യതയുണ്ട്. ഇനി വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില വഴിത്തിരിവുകൾ ഉണ്ടാകാനും നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ചോതി വായുതത്വമായതിനാൽ അല്പം ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദരസംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. ഗ്യാസ് ഉണ്ടാക്കുന്നതായ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് വയറിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ സഹായിക്കും. അതായത് പൊതുവേ പറഞ്ഞാൽ ആരോഗ്യത്തിൽ നാളെ ഒന്ന് ശ്രദ്ധിക്കുക. പണമൊക്കെ ധാരാളമായി വരുമ്പോൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഒരു കൺട്രോളൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റുള്ളവരെ അന്ധമായിട്ട് വിശ്വസിച്ച് ധനം കൈകാര്യം ചെയ്യാൻ കൊടുക്കാതിരിക്കുക എന്നത് നാളത്തെ ദിവസം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ നാളെ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ വെളുത്ത നിറമോ അല്ലെങ്കിൽ ഇളം നിറങ്ങളുള്ള വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടാതെ ഈ രാഹു നിമിത്തമുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിന് അടുത്ത് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നാണയം ഒഴിഞ്ഞു വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. സർപ്പക്കാവുകളിൽ വഞ്ചിയിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി അതല്ല, പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒഴിഞ്ഞു വെച്ചേക്കാം. ഇനി പോകുമ്പോൾ അവിടെ സമർപ്പിച്ചാലും മതിയായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അനുകൂല ഫലം തന്നെയാണ് വന്നു ചേരുന്നത്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കും ഭാഗ്യദേവത നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെ തുണയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നാളത്തെ ദിവസം തടസ്സപ്പെട്ട് കിടന്ന ധനം കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ഇനി കല, സാഹിത്യം, മീഡിയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ചില അംഗീകാരവുമായി ബന്ധപ്പെട്ട ചില ശുഭവാർത്തകളൊക്കെ തേടി വരാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ, ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ പഠനകാര്യങ്ങളിൽ അതല്ലെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഒരു മാതാപിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു കണ്ണ് നാളത്തെ ദിവസം തീർച്ചയായും വേണം. അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ഒന്നും ചെന്ന് പെടുന്നില്ല എന്ന് പൂർണ്ണമായി ഉറപ്പാക്കുക. കാരണം നാളത്തെ ദിവസഫലമാണ് നമ്മൾ പറയുന്നത്. നാളത്തെ ദിവസം കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നാളെ സാധിക്കുമെങ്കിൽ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ക്ഷേത്രമായാലും മതി, അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. ഇനി പോകുന്നതിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയ്യോ പോകാതിരുന്നത് കൊണ്ട് പ്രയാസമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. വീട്ടിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതോ അതല്ലെങ്കിൽ ചൊല്ലുന്നത് കേൾക്കുന്നതോ മൊബൈലിലിട്ട് കേട്ടാലും മതി. അത് സർവ്വകാര്യ വിജയത്തിന് നാളത്തെ ദിവസം നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിഘ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹം കരുതലുണ്ടാകുന്നതിന് വളരെയേറെ സഹായകമാകും. അവിട്ടം, ചതയം, പൂരുരുട്ടാതി കുംഭം രാശിയാണ് നാളത്തെ. അപ്പോൾ 9ാം ഭാവത്തിലാണ് സഞ്ചാരം ചന്ദ്രൻ നടത്തുന്നത്. അതിനാൽ തന്നെ ഭാഗ്യസ്ഥാനമാണെന്നറിയാമല്ലോ. പിതാവിൽ നിന്നോ അതല്ലെങ്കിൽ പിതാവിന് തുല്യരായ പിതൃതുല്യരെന്ന് നമ്മൾ പറയും, പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ ചില സഹായങ്ങളൊക്കെ ലഭിക്കാനും ദീർഘദൂര യാത്രകൾ ചെയ്യാൻ നാളത്തെ ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. കടബാധ്യതകൾ താൽക്കാലികമായി ഒന്ന് തീർത്ത് നിർത്താനായിട്ട്, അതായത് എല്ലാം പൂർണ്ണമായിട്ട് ഒറ്റ ദിവസം കൊണ്ടെന്നല്ല, നാളത്തെ ദിവസം അല്പം ധനം കയ്യിലേക്ക് വരാനും നിലവിൽ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു കടത്തെ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്യാനൊക്കെ നാളത്തെ ദിവസം സാധിക്കും. ചില വഴികൾ തെളിഞ്ഞു വരും. അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോലി സ്ഥലത്താകട്ടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരാകട്ടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരാകട്ടെ ആരുമായിട്ടും ഒരു തർക്കത്തിന് പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചില തർക്ക കാര്യങ്ങളിൽ ഇടപെടേണ്ടതായോ അല്ലെങ്കിൽ തർക്കങ്ങളായിട്ട് വന്നു ചേരേണ്ട സാഹചര്യമോ ഉണ്ടാകും. അപ്പോൾ നിങ്ങളായിട്ടൊന്നും പറയാതെ മാറി നിൽക്കുക. ചില സമയങ്ങളിൽ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ രഹസ്യങ്ങൾ നാളത്തെ ദിവസം ആരുമായിട്ടും പങ്കുവയ്ക്കാതിരിക്കുക. രഹസ്യങ്ങൾ നാളത്തെ ദിവസം എന്നല്ല, ആരുമായും രഹസ്യങ്ങൾ പങ്കുവെക്കരുത് എന്നതാണ്. കാരണം പിന്നീട് അതൊരു സമയത്ത് നമുക്ക് തന്നെ വിനയായി മാറും എന്നതിനാലാണ്. ചാണക്യൻ ഇപ്പോൾ പറയാറുണ്ട്, ആചാര്യ ചാണക്യൻ പറയുന്ന 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കുവയ്ക്കരുത്, വിനയായി തീരുമെന്നത്. അപ്പോൾ അതിനാൽ തന്നെ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോകുന്നത് ഉത്തമമാണ്. അതല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രമായാലും മതി, എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. വരാനിരിക്കുന്ന തടസ്സങ്ങളെയോ ഇപ്പോൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ അത് ഇല്ലാതെയാക്കുന്നതിന് ഒരുപാട് നിങ്ങൾക്ക് സഹായകമാകും.
ഞാനിപ്പോൾ ഇവിടെ ഭാഗ്യരാശിക്കാരെക്കുറിച്ച് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നാളെ അല്പം വെല്ലുവിളികൾ നേരിടുന്നതായ ഒരു 3 രാശിക്കാർ കൂടിയുണ്ട്. മേടം, കന്നി, വൃശ്ചികം. ഈ രാശിക്കാർക്ക് നാളെ അല്പം ഒന്ന് ജാഗ്രത പുലർത്തേണ്ട ദിവസമാണ്. അതായത് ചന്ദ്രൻ്റെ സ്ഥാനം നിങ്ങൾക്ക് നാളത്തെ ദിവസം അല്പം അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ട്. അതിനാൽ തന്നെ അനാവശ്യമായ മാനസിക സമ്മർദ്ദമോ പെട്ടെന്നൊരു ദേഷ്യം വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ഒരു കരാറുകളിൽ നാളെ ഒപ്പിടാൻ പോകാതിരിക്കുക. വലിയ തുകകളൊന്നും നാളെ ആർക്കും കടമായി കൊടുക്കാതിരിക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കുക. എടുത്തു ചാടിയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ ദോഷപരിഹാരമായി എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, വീട്ടിലൊരു നെയ്വിളക്ക് കൊളുത്തിയിട്ട് വൈകുന്നേര സമയത്ത് നിങ്ങൾ ദീപം തെളിയിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ജ്യോതിഷം, പഞ്ചാംഗം വിവരങ്ങളൊക്കെ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യോതിഷവും പഞ്ചാംഗവും ഒക്കെ നമ്മെ വഴി നടത്താനുള്ളൊരു സൂചനകൾ മാത്രമാണ് തരുന്നത്. ആ വഴി നടന്ന് എത്തേണ്ടത്, കൃത്യമായ പൊസിഷനിൽ എത്തേണ്ട കടമ നമ്മൾക്കാണ്. അപ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ ഒരു കഠിനാധ്വാനം തന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫലം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈശ്വരവിശ്വാസം വേണം, കഠിനമായിട്ട് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഏതൊരു മനുഷ്യനും വിജയം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും പരാജയങ്ങളോ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ വന്നാൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പരിഹാരങ്ങളൊക്കെ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക. ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് മന്ത്രങ്ങൾ ജപിച്ചാൽ മതി. എവിടെ ഇരുന്നാലും നമ്മുടെ ഹൃദയം ശുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നതെങ്കിൽ ഏത് മുക്കിലും മൂലയിൽ ഇരുന്നാലും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷകരമായി വരട്ടെ. എല്ലാവർക്കും നല്ല ഒരു സുദിനം ഉണ്ടാകട്ടെ. നിങ്ങളിലേക്ക് നല്ല അറിവുകൾ എത്തിക്കാൻ എനിക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.